ചൈനയിൽ നിന്ന് തുടർച്ചയായിട്ട് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളുടെ വാർത്തയാണ് വരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിലവിൽ 4Gയിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ചൈനയിലാണെങ്കിൽ 5G എല്ലാ നഗരങ്ങളിലും കിട്ടി തുടങ്ങിയിട്ടില്ല. അതെ. അതേസമയം ചൈനയിലാണെങ്കിൽ ഇപ്പോൾ 10G വന്ന്, അല്ലെങ്കിൽ 10Gയുടെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള 10G നെറ്റ്വർക്കുകൾ അവിടെ ഒരു ജില്ലയിൽ ലഭിച്ചു തുടങ്ങി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇത് കൂടാതെ ചൈന ആണവബോംബിനേക്കാൾ വലിയ രീതിയിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചൈനയിൽ ഗോൾഡ് ഏറ്റവും കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന വാർത്തകൾ ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അജിംസെ, ഒരു വശത്ത് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര യുദ്ധം ചൈനയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ചൈന അതിൻ്റെ ആശങ്കയുണ്ട്. ചൈനയിൽ പ്രസിഡന്റ് ബാക്കിയുള്ള രാജ്യങ്ങളെ പോയി കാണുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഇത്തരം ഓരോ കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ വാർത്തകളും കൊണ്ട് ഞങ്ങളാണ് മുന്നിൽ എന്നുകൂടിയിട്ട് പറയുകയല്ലേ ചൈന തങ്ങൾ മുന്നിലാണെന്ന് പറയുന്നത് മാത്രമല്ല, അവർ മുന്നിലാണ് പല കാര്യങ്ങളും എന്നുള്ളത് സത്യസന്ധമാണ്. കാരണം ചൈന എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ പവർ ഹൗസായി മാറിയിട്ട് എത്ര നാളായി കഴിഞ്ഞു. ലോകത്തുള്ള മുഴുവൻ വിപണികളിലും ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഡംപ് ചെയ്യുകയാണ് അവർ. അതിനെ പാശ്ചാത്യ ലോകം കാണുന്ന മറ്റു രീതിയിലാണ്. ഇങ്ങനെ അമിതമായി ഉൽപ്പാദിപ്പിച്ച് ഡംപ് ചെയ്യുക, വിലയിടിക്കുക, അങ്ങനെ വിപണി പിടിക്കുക. ഇതാണ് ചൈനയുടെ തന്ത്രം എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ അത് മാത്രമല്ല, മനുഷ്യർക്ക് ഉപകാരമുള്ള, മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവരുണ്ടാക്കുന്നുണ്ട്. സുകേഷ്, ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയോ, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന യൂട്ടിലിറ്റി സാധനങ്ങൾ മുഴുവൻ, ഒരു ഉദാഹരണം പറയാം. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഫാൻ തുടയ്ക്കാനുള്ള ഉപകരണം. എന്നെ സംബന്ധിച്ച് ഭയങ്കര ക്രൈസിസാണത്. വീട്ടിലെ ഫാൻ തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലാഡർ വെച്ച് കയറണം, ഈ തുണി വെച്ച് തുടയ്ക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിന് പോലും അവർ വളരെ സിമ്പിളാണ്. അതിനും അവർക്ക് പരിഹാരമുണ്ട്. എന്ന് മാത്രമല്ല, ഈ ചൈനയിൽ നിന്നുള്ള വീഡിയോസൊക്കെ ശ്രദ്ധിച്ചു നോക്കും. നമ്മൾ ഇതുവരെയും കാണാത്ത എക്യുപ്മെൻറ്റ്സ് അവർ കണ്ടെത്തുന്നു. എല്ലാ യൂട്ടിലിറ്റി എക്യുപ്മെൻറ്റ്സ് അവർ കണ്ടെത്തുകയാണ്. ഞാൻ ഹൈഡ്രജൻ ബോംബ് അതൊക്കെ മാറ്റി വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യർക്ക് ഉപകാരമുള്ള പല സാധനങ്ങളും അവർ ഇൻവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇത്ര സ്വീകാര്യത ലോകത്തെവിടെയും ഉണ്ടാകുന്നത്. ടോയ്സ് മുഴുവൻ അവരുടെയാണ്. അപ്പോൾ മുമ്പ് ചൈനയുടെ പ്രോഡക്ട്സിനെ പറ്റിയുള്ള ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ അവർക്ക് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റി അവർ അപ്ഗ്രേഡ് ചെയ്യുന്നത് മാത്രമല്ല, പല പാശ്ചാത്യൻ കമ്പനികളിലും ഉൽപ്പാദനം മുഴുവൻ ചൈനയിലാണ്. അപ്പോൾ അവർക്ക് ക്വാളിറ്റി അഷ്വർ ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ അവർ വിപണി പിടിക്കുകയാണ്. അവർ അതിലേക്ക് വന്ന രീതി, അതിനെപ്പറ്റിയൊക്കെ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളിൽ ചൈന ആധിപത്യം സ്ഥാപിച്ചെന്ന് വെച്ചാൽ, ജപ്പാന് പണി കൊടുത്തിട്ട് തന്നെയാണ്. ജപ്പാൻ്റെ പല ഉൽപ്പന്നങ്ങളുടെയും കോപ്പി സാധനങ്ങൾ അവർ വില കുറച്ച് കൊടുത്ത് വിപണി പിടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ജപ്പാനെ തകർത്ത് കളഞ്ഞു ഇലക്ട്രോണിക്സ് രംഗത്ത്. അതുപോലെ റോബോട്ടിക്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അവർ കൂടുതലായിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ചൈന മുന്നോട്ട് പോകുന്നു ചോദിച്ചാൽ, ഞാൻ പറയാം, അതിൽ അവിടെ ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയും. കാരണം എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് കൺട്രോൾഡാണ്. അപ്പോൾ സ്റ്റേറ്റ് കൺട്രോൾഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അച്ചടക്കം, കൃത്യനിഷ്ഠത, ഇതൊക്കെ അതിനെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ചൈനക്കാരുടെ മൊത്തത്തിലൊരു കൾച്ചറിൽ ഈ പറയുന്ന കഠിനാധ്വാനം, അച്ചടക്കം, ഇതൊക്കെ അവർക്കുണ്ട്. പിന്നെ പണിയെടുക്കാൻ തക്ക വലിയൊരു ജനസംഖ്യയുമുണ്ട്. ഈ പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചും ജപ്പാനെ സംബന്ധിച്ചും അവർ പിന്നോട്ടടിക്കുന്ന ഒരേ ഒരു കാര്യം, അവർക്ക് വർക്ക് ഫോഴ്സ് ഇല്ല എന്നതാണ്. ചൈനയെ സംബന്ധിച്ച് വർക്ക് ഫോഴ്സിന് ഒരു തരത്തിലുള്ള തടസ്സമില്ല. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയേക്കാൾ കൂടുതൽ ആളുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന രാജ്യമാണ് ചൈന. ഏതാണ്ട് 90 കോടി മനുഷ്യർ അവിടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു വലിയ സംഖ്യയാണ്. അങ്ങനെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന 90 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം സ്വാഭാവികമായ ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ് ആവും. അത്രയും വർക്ക് ഫോഴ്സ് ഉണ്ടാകുന്നു. അതുപോലെ ടെക്നിക്കലി നോ ഹൗ ഉള്ള വലിയൊരു ജനസംഖ്യ ഉണ്ടാകുന്നു. അത് അവരെ സംബന്ധിച്ച് വലിയ തോതിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്താണ്. പക്ഷേ ഇതിലൊരു തിരിച്ചടി എന്ന് പറയാനുള്ളൊരു കാരണം, ഒന്ന്, ഈ സ്റ്റേറ്റ് കൺട്രോൾ ആയിട്ടുള്ള ഈ എന്താണ് പറയുക, സയൻറ്റിഫിക് റിസർച്ചുകൾ, ടെക്നോളജിക്കൽ റിസർച്ചുകൾ, അതുപോലെ പേറ്റൻറ്റുകൾ, ഇതൊക്കെ എത്രമാത്രം ഉള്ളതായിരിക്കും, അതൊക്കെ എത്രമാത്രം ഗുണപ്രദമായിരിക്കും, അതിലുള്ള അഴിമതിയുടെ സാധ്യതകൾ, അതുപോലെ അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും ഇന്ന് അമേരിക്കയെ വിറപ്പിക്കാൻ കഴിയുന്ന, അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാനുള്ളൊരു എതിരാളിയായെങ്കിലും, ഒരു എക്കണോമിക് വാറാണെങ്കിൽ തന്നെയും, മിലിറ്ററി എക്കണോമിക്കലി അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്ന തത്തുല്യനായ ഒരു എതിരാളിയായി ചൈന വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് അമേരിക്കയെ സർപ്പാസ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മിലിറ്ററിയുടെ കാര്യത്തിലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ, അവർ ഈ സൈനിക രംഗത്ത് അവർ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ AI നിയന്ത്രിത ഡ്രോണുകൾ, അതിലവർ വലിയ തോതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു. AI നിയന്ത്രിത ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഇൻവെൻഷനാണ്. നമുക്കറിയാം, പൈലറ്റില്ല വിമാനം എന്ന് പറയുന്നത് പോലെയല്ല. ഒരു സ്ഥലത്ത് ചെന്നിട്ട് നിർമ്മിത ബുദ്ധിയുടെ സാഹചര്യത്തിൽ എന്താണ് ഇനി പ്രവർത്തിക്കേണ്ടതെന്ന് സ്വയം തീരുമാനിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ. അതിൽ റോബോട്ടിക്സ്, മിലിറ്ററി തന്നെ റോബോട്ടിക്സ്, AI വെപ്പൺസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു തോക്ക് എടുക്കുക, തോക്ക് നമുക്ക് എവിടെയാണ് ഉന്നം വയ്ക്കേണ്ടത്, ആ ഉന്നം വയ്ക്കുന്ന സാധനം
മൂവ് ചെയ്യുകയാണെങ്കിൽ പോലും ആ തോക്ക് സ്വയം മൂവ് ചെയ്ത് അതിനെ അല്ലെങ്കിൽ പിന്തുടർന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നുള്ള വെപ്പൺസ്, അതൊക്കെ ഒരു വലിയ തോതിലുള്ള അഡ്വാൻസ്മെൻ്റ് ആണ്. മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉള്ളതോടൊപ്പം തന്നെ ഈ ജനാധിപത്യമില്ലായ്മ അതൊരു വലിയ പ്രശ്നമാണ്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഈ ടെക്നോളജി ഇവരെന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. ഉപയോഗിക്കപ്പെടുന്ന ടെക്നോളജിയെ എത്രമാത്രം ഒരു പബ്ലിക് സ്ക്രൂട്ടിനിക്ക് വിധേയമാകുന്നു, ജനാധിപത്യപരമായി റിവ്യൂ ചെയ്യപ്പെടുന്നു എന്നുള്ളതൊക്കെ വലിയ വലിയ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അമേരിക്ക ഇത്രയും നാളും ലോകത്തെ ഭരിച്ചില്ലേ, എല്ലാ അർത്ഥത്തിലും ലോകത്തെ ഭരിച്ചില്ലേ, എന്നിട്ട് ലോകം നന്നായില്ലല്ലോ. അവർ പല രാജ്യങ്ങളെയും ആക്രമിക്കുന്നു, അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ വികസിപ്പിക്കുന്നു, അവർ അധിനിവേശങ്ങൾ നടത്തുന്നു, മനുഷ്യരെ കൊന്നൊടുക്കുന്നു. ഇതൊക്കെയല്ലേ അവരുണ്ടായി. ജനാധിപത്യമുള്ള ഒരു മുതലാളിത്ത രാജ്യം, അവർക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായിട്ട് അവർ ലോകത്തോട് ചെയ്തെന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ഇനി ജനാധിപത്യം ഇല്ലാത്ത ചൈന ഇങ്ങനെ മുന്നേറി കഴിഞ്ഞാൽ അവരും അമേരിക്ക പെരുമാറിയതുപോലെ പെരുമാറുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചൈന ഇന്നുവരെ ഒരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോയിട്ടില്ല. ഇപ്പോൾ അവർക്ക് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആഫ്രിക്കയിൽ അവർ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയുള്ള വേറെ കച്ചറകൾ, മറ്റ് രാഷ്ട്രീയ ഇടപെടൽ അവർ ചൈന ഇടപെടുന്നില്ല. അവരവിടെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നു, ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നു, അവർ പുതിയ വ്യാപാരപാതകൾ തുറക്കുന്നു, അവരുടെ അയൽപക്കത്തുള്ള മുഴുവൻ രാജ്യങ്ങളെയും അവരോടൊപ്പം നിർത്തിക്കൊണ്ട് അഡ്വാൻസ് ചെയ്യുന്നു. അവരുടെ രാഷ്ട്രീയ ശത്രുക്കളെ അവർ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതല്ലാതെ ഒരു മിലിറ്ററി എന്താണ് പറയുക ഇൻവേഷൻ അവരുടെ അജണ്ടയിലില്ല, അവർ ചെയ്യുന്നുമില്ല. പക്ഷെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ചില ഒരസലുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും തായ്വാനുമായി ബന്ധപ്പെട്ടും ഫിലിപ്പീൻസുമായി ബന്ധപ്പെട്ടൊക്കെ തെക്കൻ നമ്മുടെ കാര്യത്തിലും ഇന്ത്യയുമായും ഒക്കെ അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ഇൻവേഷനിലേക്ക് അവർ കിടക്കുന്നില്ല, ആളെ കൊല്ലാൻ പോകുന്നില്ല അമേരിക്കയുമായി താരതമ്യപ്പോൾ എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഒരു ജനാധിപത്യവാദി എന്ന നിലയിൽ ഞാൻ ആ അർത്ഥത്തിൽ ഒരു ചൈന സിമ്പതൈസർ അല്ല, വ്യക്തിപരമായെന്ന് കൂടി പറയാം. നിഷാദേ, ഇപ്പോൾ അജിംസ് പറഞ്ഞു ചൈന ഒരു സൂപ്പർ പവർ ആയിക്കൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചൈനയുടെ വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയൊരു അതിനൊരു ഭീഷണിയെന്നോ മുന്നറിയിപ്പെന്നൊക്കെ കാണാം മറ്റ് രാജ്യങ്ങൾക്കുള്ള. ഈ അമേരിക്കയുടെ പക്ഷം ചേർന്നുകൊണ്ട് തങ്ങൾക്ക് ഹിതകരമല്ലാത്ത രീതിയിലുള്ള കരാറുകൾ അല്ലെങ്കിൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ കുറവൊക്കെ രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ലോകക്രമത്തിൽ അമേരിക്ക മുന്നിൽ നിൽക്കുമ്പോൾ ചൈന തന്നെ വന്ന് ബാക്കി രാജ്യങ്ങൾക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ അമേരിക്കയുമായിട്ട് കരാറുകൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ കാര്യം കൂടിയിട്ട് നോക്കണം എന്നുള്ളത്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, ഓൾറെഡി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തെ വിപണിയുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ മുഴുവൻ ചൈന എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ അമേരിക്കയോടുള്ള പ്രീതി നിലനിർത്താൻ ചൈനയോട് പിണങ്ങിക്കളയാമെന്ന് ആർക്കെങ്കിലും തീരുമാനിക്കാൻ കഴിയുന്ന, പക്ഷേ ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾക്കും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു നിലയെടുക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരത്രയും ഗ്രിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത്രയും ഏരിയ അവർ കവർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ കയ്യിലാണ്. വ്യാപാര രംഗത്ത് ചൈന ഉണ്ടാക്കിയ ആധിപത്യത്തെ മറികടന്ന് പോകാൻ അമേരിക്കയ്ക്ക് പോലും പറ്റില്ല. അതാണ് അമേരിക്കയ്ക്ക് ഈ തിരിവ് കൂട്ടിയിട്ട് ചൈനയോട് വിജയിക്കാൻ പറ്റുന്നുണ്ടോ? മറ്റ് ചൈനയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്സ് എന്താണ്? അമേരിക്കയായിട്ട് നമ്മൾ ഒരു തർക്കത്തിൽ നിൽക്കുകയാണ്, വാണിജ്യ യുദ്ധത്തിൽ നിൽക്കുമ്പോൾ അവരുടെ അതിൻ്റെ ബൈപ്പാസ് ഏരിയ അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ഏരിയ എന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് കൂടുതൽ കരാറുകൾ ഉണ്ടാക്കാനും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടാക്കാനും കഴിയും വിധത്തിലുള്ളൊരു വലിയ രാജ്യമാണ്. മീൻസ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ലോകത്തിന് അനിവാര്യമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന, ലോകത്തിൻ്റെ അതിജീവനത്തിന് അനിവാര്യമായ സംഗതികളുടെ പ്രൊഡക്ഷൻ മുഴുവൻ എവിടെയാണ്? സത്യം പറഞ്ഞാൽ ചൈനയിലാണ്. അതുകൊണ്ട് ചൈനയെ സംബന്ധിച്ച് അമേരിക്കയേക്കാൾ കൂടുതൽ സാധ്യത ഈ വ്യാപാര യുദ്ധത്തിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അതുകൊണ്ട് ചൈന ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ അമേരിക്കയോട് ചേരാൻ പോയാൽ നിങ്ങൾ ബുദ്ധിമുട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു വെറും വാചകമാണ് എന്ന് വിചാരിക്കാൻ വയ്യ. ചൈനയുടെ വളർച്ചയെക്കുറിച്ച് കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ചൈന ഭരിക്കുന്ന ഭരണകൂടങ്ങൾക്ക് അടുത്ത 30 വർഷം കഴിയുമ്പോൾ ചൈന എന്തായിരിക്കണം എന്നൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിനനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് നടപ്പിലാക്കണമെന്ന ഒരു ഉദ്ദേശം അവർക്കുണ്ട്. ഞങ്ങളുടെ രാജ്യം ടോപ്പായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ ഒരു സംഗതിയാണത്. അപ്പോൾ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ, ഇതിനെ ഞങ്ങൾ എവിടെയും ബലി കഴിക്കില്ല. ഞങ്ങളുടെ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരിക. ഞങ്ങളുടെ രാജ്യത്തിന് കൊടുത്ത് കുഴപ്പമുണ്ടായാലും വേണ്ടില്ല, ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും ചിലത് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന നാടുകളാണ് സത്യത്തിൽ വളരാൻ പ്രയാസമുള്ള നാടുകൾ. ഇതവിടെയല്ല. അവർക്ക് അവരുടെ രാഷ്ട്രത്തെ, അതിൻ്റെ ഒരു സുപ്രീമസി നിലനിർത്തണം എന്ന ആഗ്രഹമുണ്ട്. ആ നിലനിർത്താൻ അവരെടുക്കുന്ന വഴികൾ, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ ജനാധിപത്യ വിരുദ്ധത, അത് പ്രശ്നമാണ്. ചൈന ലോകത്തിൻ്റെ ഏത് നെറുകയിലേക്ക് ഉയർന്നു എന്ന് പറയുമ്പോഴും അതിനെ വിമർശിക്കാനുള്ള ഒരു പോയിൻ്റ് എന്താണ്? മനുഷ്യർക്ക് അവിടെ ജനാധിപത്യത്തിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കാൻ കഴിയില്ല, ഭരണകൂടത്തെ വിമർശിക്കാൻ കഴിയില്ല എന്ന പ്രശ്നം അവിടെ ഉണ്ട്. അതുകൊണ്ട് അത് എവിടെ എത്തിയെന്ന് പറയുമ്പോഴും നമ്മളിപ്പോൾ ഡീപ് സീക്ക് വന്നല്ലോ. ഡീപ് സീക്കിനെ എല്ലാവരും, നമ്മളടക്കം ഇവിടെ ഇരുന്ന് വലിയ ഒരു സാധ്യതയായി പറഞ്ഞപ്പോൾ പോലും ഡീപ് സീക്കിൻ്റെ പ്രശ്നം എന്താണ്? അരുണാചൽ പ്രദേശ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡീപ് സീക്കിന് ഉത്തരം പറയാൻ പ്രയാസമാണ്. അതിനാണ് അതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് സൈഡ്. ആ പ്രശ്നം അത് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഉയരത്തിലേക്ക് പോകുമ്പോഴും ഡെമോക്രസി എന്ന് പറയുന്ന സംഗതിയില്ല എന്ന പ്രശ്നമുണ്ട്. അതവിടെ നിൽക്കുകയും അവർ വളരുകയാണ്. ഏതർത്ഥത്തിൽ? ഇപ്പോൾ എല്ലാവരും പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി അമേരിക്കയാണ്. എനിക്ക് സംശയമുണ്ട്. നേരത്തെ അജിംസ് പറഞ്ഞില്ല, ഒരു ഇൻ്റർനാഷണൽ കോൺഫ്ലിക്റ്റിലും പോയി ചൈന ഇടപെടത്തില്ല.
ചൈന ഈ പറയുന്ന വലിയ മാരകായുധങ്ങൾ ഉണ്ടാക്കുന്നു, അണുബോംബിനേക്കാൾ വലുതുണ്ടാക്കാൻ പോകുന്നു. ആണവ പോർമുനകൾ അമേരിക്കയ്ക്കൊപ്പം അടുത്ത വർഷത്തോടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ നാവികസേന അമേരിക്കയുടെയാണോ? അല്ല, ഇപ്പം തന്നെ ഡിക്ലെയർഡ് ആണ് ചൈനയുടെയാണ്. ഏറ്റവും വലിയ ആർമി ആരുടെയാണ്? ചൈനയുടെയാണ്. ചൈനയുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ട്? ചൈന ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. വിവരങ്ങളില്ല, അറിയാലോ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർ പറയാതെ നമുക്കറിയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യമുണ്ട്, എന്താണ്? ബയോ വെപ്പൺസ് ഉണ്ടാക്കുകയാണ്. ചൈനയുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ചൈനക്കാർക്ക് എവിടെ ഒന്ന് ഇൻവേഡ് ചെയ്യാം, അവിടെ ബയോ വെപ്പൺസ് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ അവർക്കെല്ലാം ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, നമ്മളാ പാവപ്പിടിച്ച ആൾക്കാർ അതിൻ്റെ ഇരകളാകും. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള നാനോ വെപ്പൺസ് ഉണ്ടാക്കുക, ഈ പറയുന്ന സ്റ്റാർ വാസിനുള്ള വലിയ പ്രോജക്റ്റുകൾ അവർ ഓൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുന്നേറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ കോൺഫ്ലിക്റ്റിൽ ഇടപെടാത്തതുകൊണ്ട് അവർ എന്തുമാത്രം പവർഫുൾ ആണെന്ന കാര്യം ലോകത്തിന് അത്ര പിടുത്തമില്ല. ബട്ട് അവർ മറ്റ് ലോകത്തെ ഏതൊരു ഒരു ശക്തി രാഷ്ട്രത്തോട് ഏറ്റുമുട്ടാൻ കഴിയുന്നതിൽ പവർ ആർജിച്ചു കഴിഞ്ഞ ഒരു രാജ്യമാണ്. അതിപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, അല്ലെങ്കിൽ ഈ പറയുന്ന ബയോടെക്നോളജിയുടെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ ഈ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഇലക്ട്രോണിക്സിൻ്റെ കാര്യത്തിൽ എല്ലായിടത്തും മുന്നിൽ പോയിട്ടുണ്ട് ആ രാജ്യം. അത് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളിവിടുന്ന് ചൈനയുടെ മുന്നേറ്റത്തെക്കുറിച്ച് പലതരത്തിലുള്ള അപകട തലവതിനുണ്ട്. ഒന്ന്, ഇന്ത്യ എന്ന രാജ്യത്തിരുന്ന് നമ്മൾ ആലോചിക്കണം. ചൈന ഉണ്ടാക്കുന്ന ഈ പവർ അതിപ്പോൾ ഏത് തരത്തിലായാലും, അതിപ്പോൾ ഈ പറയുന്ന ബയോ വെപ്പൺസ് ഉണ്ടാക്കുമ്പോഴായാലും, അല്ലെങ്കിൽ ഉപഗ്രഹ നിയന്ത്രണ വെപ്പൺസ് ഉണ്ടാക്കുമ്പോഴായാലും, ചൈന നമ്മുടെ ഒരു സുഹൃത്ത് രാജ്യമല്ല ഇപ്പോഴത്തെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ. കാരണം നമുക്കിഷ്ടമല്ലാത്ത നയങ്ങൾ കൊണ്ടുനടക്കുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് ചൈനീസ് നിയന്ത്രിതമായിട്ടുള്ള ഡീപ് സീക്കിനോട് അരുണാചൽ പ്രദേശ് എവിടെയാണെന്ന് ചോദിക്കുന്നത് ആൻസർ ചെയ്യാത്തത്. കാരണം എന്താണ്? അത് അവർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ഭരണകൂടത്തിൻ്റെ കീഴിലാണ് ഡീപ് സീക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്കത്ര സുഖമുള്ള കാര്യമല്ല. നമ്മുടെ അതിർത്തിയിൽ നമുക്ക് ഹിതകരമല്ലാത്ത വിധത്തിൽ ഗ്രാമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പലപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ ചൈന പൊസിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ചൈനയും നമ്മൾ ഇത്ര സുഖത്തിലല്ല. എന്ന് മാത്രമല്ല, ഏത് സമയത്തും ഇന്ത്യയെ പ്രയാസപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ട് മികച്ച നയതന്ത്ര സൈനിക ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇപ്പോൾ ചൈന. ശ്രീലങ്കയുടെ കാര്യത്തിൽ, നേപ്പാളിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഭൂട്ടാൻ്റെ കാര്യത്തിൽ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, എല്ലാ രാജ്യങ്ങളും ചൈനയുമായിട്ടാണ് മെച്ചപ്പെട്ട ബന്ധം നിലനിർത്തുന്നത് കാണാം. താലിബാൻ വീണ്ടും അവിടെ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം വിളിച്ചുകൊണ്ട് പോയത് ചൈനയാണ്, വിളിച്ചാദരിച്ച് അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ചൈന ഉണ്ടാക്കുന്ന സൈനിക രംഗത്തുണ്ടാക്കുന്ന, ഇപ്പോൾ അണുബോംബിനേക്കാൾ വലിയ ആയുധം ഉണ്ടാക്കുന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ വിഷയം സംസാരിക്കാൻ അടിസ്ഥാനമായ കാരണം. അത് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്, ആദ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ഇന്ത്യ ഉന്നയിക്കേണ്ട വിഷയമാണെന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചൈന ഇതിന് മുമ്പുള്ള ഇന്ത്യ ചൈന യുദ്ധം അറിയാം, അങ്ങനെ ഒരു നൈതികത, ഇന്ത്യ ചൈന ഭായ് എന്ന് നെഹ്റു പറഞ്ഞതിന് ശേഷമാണ് തോക്കുമായിട്ട് വന്ന് വെടിവെക്കാൻ. സോ അതുകൊണ്ട് ആ നൈതികതയൊന്നും ചൈനയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആശങ്കയോടെ നോക്കിക്കാണുന്ന രാജ്യം നിലയ്ക്ക് ചൈന ഉണ്ടാക്കുന്ന സൈനികമായ അവരുടെ ഓപ്പറേഷൻസ് ആൻഡ് പ്ലാനുകൾ നമ്മൾ വളരെ വളരെ ഒരു ഉറ്റുനോക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ പറയുന്ന ടെക്നോളജിയുടെ ഒരു കയറ്റം ഉണ്ടല്ലോ, AI ടെക്നോളജിയുടെ അത് ചൈന ഒരുപാട് ദൂരം മുന്നിൽ പോയല്ലോ. മനുഷ്യനെന്ന് പറയുന്ന ആശയത്തിന് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ AI ടെക്നോളജി ബഹുദൂരം മുന്നിലേക്ക് പോയാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ AI നമ്മളെ കൊല്ലാൻ വരുമെന്നൊക്കെ പഠിച്ചിട്ടുള്ള സിദ്ധാന്തം ധരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ചൈന അത്ര വേഗത്തിൽ പോവാണ്. നാളെ ആ ഉണ്ടാക്കുന്ന ടെക്നോളജി എങ്ങനെയാണ് മാനവരാശിക്കെതിരെ തിരിഞ്ഞു നിൽക്കുക എന്ന ഒരു ചിന്ത കൂടി നടത്തേണ്ട സമയമാണെന്ന് കൂടി ചൈനയുടെ ഈ പുകഴ് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം എന്ന് ഞാൻ പറയും.